ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ മോരുകറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 കപ്പ് അളവിലുള്ള തൈരിൽ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ബ്ലെൻഡറിൽ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും തൈരിൻ്റെ അളവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കപ്പ് തൈരിന് 1 കപ്പ് അളവിലുള്ള വെള്ളം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന തൈരിന് അത്യാവശ്യം പുളി വേണം, ഓവർ പുളിയല്ല. അപ്പോൾ പുളി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നീക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മോരുകറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ലോവിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ തന്നെ ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു 15 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം നമുക്കിതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ ഉള്ളിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരണം. ഇത്ര മതി. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ആ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ അല്പം കൂടുതലായിട്ടുള്ള മുളക് പൊടി, പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുളകിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന മോര് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് വീണ്ടും അത് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ടേസ്റ്റ് ആ മോരിൽ നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മോരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മോരുകറിക്ക് വേണ്ടി നമ്മൾ എടുത്ത മോരിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ മോരുകറി ഇരിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കരുത്. തിളക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടിയുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്, കറക്റ്റ് എരിവും കറക്റ്റ് പുളി, ഇത് നേരിയ ഒരു മധുരം എല്ലാം കൂടി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ മോരുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.